അല്ല അകത്തുമായിട്ട് എന്താ ഒന്നാണോ അത് രണ്ടാണോ? ഒന്നല്ല രണ്ടല്ല മൂന്ന്. നിന്റെ തലയിൽ തലച്ചോറിന് പകരം തലച്ചേറ് വല്ലതും ആണോ? എന്റെ പൊന്നെ, ചളി കേട്ട് കഴിഞ്ഞാൽ പറ്റ തള്ള പോലും സഹിക്കത്തില്ല. ആകെ ഉണ്ടാക്കാൻ അറിയുന്ന പൊട്ടിക്കറി അപ്പൊ അതും മുടങ്ങിയല്ലേ എന്റെ പഠിച്ചോനെ. എന്താ ചെറിയമോളെ ഒരു കുണ്ഠിത ഭാവം? ഒറ്റ ഒന്നും തന്നോണ്ടല്ലോ. നീ അഷ്ടാന്ത് ചെയ്യിപ്പിക്കാതെ കാര്യം പറ. എനിക്ക് കുക്കിങ്ങും വെപ്പിങ്ങൊന്നും അറിയത്തില്ല. എനിക്കൊന്നും ഉണ്ടാക്കാനും വേണ്ട. ഞാൻ വല്ല ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിക്കാം. അടിപൊളി. നിനക്ക് വെക്കാൻ അറിഞ്ഞെങ്കിൽ പിന്നെ അതാ നല്ലത്. ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതും കൂടെ ഓർഡർ ചെയ്യണം. കുക്കിങ്ങിന് കുറവുണ്ടെങ്കിലും തീറ്റിങ്ങിന് ഒരു കുറവില്ലല്ലോ. അതല്ല നീയാ, കറി ഉണ്ടാക്കാൻ ഉള്ളി ഇരിപ്പില്ല. എനിക്കെങ്ങും മേലെ ഈ വെയിലത്ത് കളയും. അപ്പൊ അതാണല്ലേ കാര്യം. വഴി ഉണ്ടാക്കാം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു പണി തരാം. അല്ലേലും എനിക്കിട്ട് പണി തരലാണല്ലോ നിന്റെ പണി. അതെന്താ അങ്ങനെ ഒരു അതെ, ഞാനല്പം തിരക്കില്ല. മകള് ചെന്ന് പണി എന്താ വെച്ചാൽ നോക്ക്, അല്ലെങ്കിൽ റിമി മേഡത്തെ വിളിക്ക്. പറഞ്ഞതുപോലെ എവിടെ പോയി കോഴികളുടെ രോമാഞ്ച കഞ്ചുകായ തേപ്പിസ്റ്റ് റിമി? ദേ ദാവിടെ അടുത്ത തേപ്പിനുള്ള മണലിറക്കിയും കൊണ്ടിരിക്കുക. എന്നാ വാ പോയി വെക്കാം. ഞാൻ പണക്കാരി അല്ലാത്തതുകൊണ്ട് അവൻ എന്നെ ഇട്ടിട്ട് പോയി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വേറെ പ്രണയം ഉണ്ടായിട്ടില്ല. എൻ്റെ പൊന്ന് നിഷ്കളങ്കതയുടെ നിറകുടമേ, തള്ളി തള്ളി നീ വീട് മറിച്ചിടരുത് പ്ലീസ്. ഞാനേ സംസാരിക്കുന്നത് കേട്ടിട്ട് റൂംമേറ്റ് വന്ന് നോക്കുന്നു. ഞാൻ പിന്നെ വിളിക്കട കുട്ടാ. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്തത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. അതിന് നീ എപ്പോഴാ ഫോൺ ചെയ്യാത്ത സമയമുള്ള? ഏത് സമയം ഒലിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ? ഷെറിനെ എൻ്റെ പ്രൊഫഷനിൽ കയറി കൈ കടത്തരുത് കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല. പ്രൊഫഷനോ? അപ്പം നിന്റെ ജോബോ? അതല്ല നിന്റെ പ്രൊഫഷൻ. അത് സൈഡ്, ഇത് മെയിൻ. നിന്നൊക്കെ എങ്ങനെയാടി വിശ്വസിച്ച് ഞങ്ങൾ കൂടെ കിടത്താൻ? നീ വല്ല ആൺകോഴികൾക്ക് ഞങ്ങൾ സെറ്റാക്കി കൊടുത്താലോ? ആൺകോഴി അല്ലടി, പൂവൻകോഴി. നമ്മൾ പെടക്കോഴികളും. നീ പെടക്കോഴിലെ കാട്ടുകോഴിയും. അതല്ലല്ലോ അവിടുത്തെ വിഷയം. ഐ ആം ദി സോറി അളിയ, ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം തെന്നി മാറി. തെന്നി മാറിയതല്ല മിസ്റ്റർ, നീ വന്ന കാര്യം മറന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് പോയി. എത്ര ദൂരം പോയി? ഉള്ളിക്കാര്യം പറയാൻ വന്ന നമ്മൾ ഈ കള്ളിയുടെ വള്ളിക്കെട്ട് കേസ് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ തെന്നി വീഴേ തെന്നി മാറുകയെ കയ്യും കാലും ഓടിയേ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്കിന്ന് ഓവർ ടൈം ഡ്യൂട്ടി ഉള്ളതാ. ബൈ ദ ബൈ, ഞങ്ങൾ പേടിപ്പെടുത്തുന്ന സത്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കേട്ട് നീ ഞെട്ടരുത്. ഞെട്ടാനോ? ഞാനോ? സാക്ഷാൽ നെട്ടൂരാനും വരാൻ സാധിച്ചിട്ടില്ല. പിന്നെ നെട്ടൂരാനോ? അതാരാ? നീ ഊറ്റിത്തേച്ച വല്ലവരായിരിക്കും. നെറ്റൂരാനുകളുടെ കെട്ടി മരപ്പെട്ടി നീ കണ പറയാതെ വന്ന കാര്യം കൊണക്കാൻ. ബൈ ദ ബൈ, ഞാൻ വീണ്ടും വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അതായത് കുരുവി, ഇനിയും നീ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയ രണ്ടിനും ഞാൻ വല്ല വിഷവും കലക്കി തരും. അല്ല പിന്നെ ഇന്നേ ഞണ്ണാനുള്ള ഫുഡ് ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് പോയ പിടക്കോഴി കൊട്ടാരത്തിലെ ചെറിയ തമ്പുരാട്ടി ആ തുണി എടുക്കാത്ത സത്യം കേട്ട് ഞെട്ടിത്തിരിച്ചു. തുണി എടുക്കാത്ത? ആരെ തുണി എടുക്കാത്ത? പ്രിയ ചേച്ചിയാണോ? അല്ലെങ്കിലും പ്രായത്തിന് മൂത്തേന്നുള്ള ബോധം അതിനില്ല. നാണമില്ലാത്ത കുരിപ്പ്. അയ്യേ, ഒരു കാമപ്രാന്തി വന്നേക്കണു തുണി എടുക്കാത്ത പ്രിയയുടെ സത്യം കാണാൻ. എന്താണ് മൂന്നാളും കൂടി ഒരു ഗൂഢാലോചന? എന്നെ വസ്ത്രാക്ഷേപം ചെയ്യാനുള്ള പരിപാടിയാണോ? ഇവിടെ ഒരു ഗൂഢാലോചനയില്ല, സുലോചനയില്ല. ചെന്ന് പോയി തരുമോ എന്റെ പ്രിയമാന ചേച്ചി? ദേഷ്യരെ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ചേച്ചീന്ന് വിളിക്കണ്ടാന്ന്. നിങ്ങളൊക്കെ ഇച്ചിരി വർഷം മുമ്പ് ജനിച്ചെന്ന് കരുതി നിങ്ങളെ ചേച്ചിപ്പെണ്ണാക്കാനോ നോക്കണ്ട. പിന്നെ നിങ്ങൾ മൂന്നുപേരും കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഇത്തിരി പ്രായം കുറവാകുന്നതിന്റെ അസൂയല്ലേ മൂന്ന് മുതുക്കികൾക്കും. ഞാനും മമ്മൂക്കൊക്കെ ഒരേ വേവ് ലെങ്താ. പ്രായക്കുറവ് മാത്രല്ല, ബുദ്ധിക്കുറവും തോന്നാറുണ്ട്. ഓടി നക്കി നീ. അതെ ശരി, ഞാൻ നിന്നോടാ പറഞ്ഞത്. ശരി വാവേ, വാവേ ഒന്നും മിണ്ടാതെ പോയി തരുമോ? അങ്ങനെ ഒഴിവാക്കാൻ നോക്കണ്ട. നിങ്ങൾ മൂന്ന് താടകന്മാരോടൊപ്പല്ലേ താമസം. നിങ്ങൾ എന്റെ ചാരിത്രം നശിപ്പിക്കുമോ എന്ന് എനിക്കൊരു ഭയമുണ്ട്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അതായത് മച്ചാ, അതെന്താന്ന് വെച്ചാ നിർത്ത്. അങ്ങനെ ഒരു പാട്ടില്ലേ മച്ച വെച്ചിട്ട്? മച്ചാ മച്ചാ മച്ചാ. ആ, അങ്ങനെ ഒരു നല്ല ഹിറ്റ് പാട്ടുണ്ട് മലയാളത്തില്. നിനക്കും കത്തിയല്ലേ? എന്റെ നാക്കിന്റെ തൂമ്പത്തുണ്ട്, പക്ഷെ അത് വരുന്നില്ല. നിനക്ക് കിട്ടിയടാ, ഒന്ന് ട്രൈ അടിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. കൂൾ ബേബി കൂൾ. സംഗീതത്തിന്റെ മഹാസാഗരത്തിൽ അലയടിക്കുന്ന ഓർമ്മകളുടെ ഓളങ്ങളിലേക്ക് ഞാനും നൂളിയിട്ട് നോക്കട്ടെ. തപ്പിയെടുത്ത് തരാം. റിലാക്സ്. ഇതല്ലേ പറയപ്പെട്ട വെട്ട്?
മച്ചാനെ വായ മച്ചാനെ യുറാക്ക ദിസ് ഈസ് മെഡിക്കൽ മിറാക്കൾ. ഇത് തന്നെയാണ് പാട്ട്. മച്ചാനെ വായൻ മച്ചാനെ വാ മറ്റാരും കാണാതച്ചാരം താ. മരപ്പട്ടീനെ ഞാനിപ്പോ തല്ലിക്കൊല്ലും. അരുതബു അരുത്. കൊലപാതകം ഒന്നിനൊരു പരിഹാരമല്ലേ. അതെ, ഇവളെ നീ തല്ലിക്കൊന്ന നിന്റെ കൂട്ട് നഷ്ടാവും. നീ കേട്ടിട്ടില്ലേ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്? ഈ പണ്ടാരത്തിന്റെ വയല് വല്ലതും കുത്തിത്തിരിക്കോ ഇല്ലേ വല്ല കടുങ്കയും ചെയ്യുന്നേ. നമ്മളൊന്നും പറയുന്നില്ലേ, ഞാൻ എന്തേലും പറഞ്ഞിട്ടാണ് ചിലർക്ക് കുരുപെട്ട. നമ്മളില്ലേ. അതെ, എന്റെ കാര്യത്തിൽ ആരും ഒരു തീരുമാനമാവട്ടെ, എന്നിട്ടല്ലേ അടുത്ത കാര്യം. നിന്റെ കാര്യം അതെന്നാ കാര്യം? എനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ കാര്യം. അത് ഞാൻ പറഞ്ഞു തരാം. ഓൺലൈനിൽ ഡ്രസ്സിന് നല്ല ഓഫർ ഉണ്ടെന്ന് ഇവള് പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞത് ബ്രേക്കും കൂടെ ഡ്രസ്സ് എടുക്കാന്ന്. അതെ, അതാണ് സത്യം. തുണി എടുക്കുന്ന സത്യം അല്ല ചെറുനെ? അതെ. എനിക്കത് ഇങ്ങോട്ട് വല്ലാണ്ട് വിശ്വാസമായിട്ടൊന്നുമില്ല. നിങ്ങൾ തുണി എടുക്കാതിരിക്കേ, എന്ത് വേണേ ചെയ്യും. ഞാൻ പോവാ. നീ കൂടുതലൊന്നും പണയണ്ട, ഞാൻ പണഞ്ഞോളാം. നീ പണി ബാക്കി നമുക്കേ അടുക്കള വെച്ച് തീരുമാനിക്കാം. അതെ. എന്റെ പൊന്ന് കറി റിമി വെക്കാൻ ഉള്ളിയില്ല. എന്തോന്ന്? ഓ നിങ്ങളുടെ കശപിശയ്ക്ക് കുളിക്ക്. എന്താന്ന് വെച്ചാലേ കറി വെക്കാൻ ഉള്ളിയില്ല. എനിക്ക് വയ്യ കടയിൽ പോവാൻ. പശപശയോ? അതെന്താ സാധനം? അതിനാണോ ഈ കണ്ടൊക്കെ കൊല്ലാവലൊക്കെ ഉണ്ടാക്കിയത്? നീയല്ലേ പർച്ചേസിങ് മാനേജർ. കുറച്ചുള്ളി വാങ്ങിച്ചാ എന്നാലേ കറി കാലാവുള്ളൂ. ഉള്ളി ഉണ്ടെങ്കിലേ കറി കലത്തിലാവൂ. ഉള്ളി ഉണ്ടെങ്കിലേ കറി കലത്തിലാവും, എന്നാലേ വയറ്റിലാവുള്ളൂ. വയറ്റിലാവാൻ കലത്തിലാവണമെന്നൊന്നും ഇല്ല. ഓ ഇങ്ങനൊരു വഷളത്തി. ഏത് സമയം ഈ വിചാരം മാത്രം ഉള്ളൂല്ലേ. വയറ്റിലാവുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പ്രധാന കാര്യം ഓർമ്മ വന്നത്. വയറ്റിലെ എനിക്കൊരു വെല്ലിച്ചന്റെ മോളുണ്ടായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾക്ക് വയറ്റിലായി. എന്താലേ, കല്യാണം കഴിഞ്ഞ പിന്നെ വയറ്റിലല്ലാതെ. ഡോണ്ട് സെറിമോള് ഡോണ്ടും മ്ലേച്ഛകരമായ വാക്കുകൾ മൊഴിയുന്നത് പാപകരമാണ്. ചോറും കറിയും മാത്രമേ ഉള്ള, കടിച്ചു വലിക്കാനൊന്നുമില്ലേ? കടിച്ചു പറിക്കാനേ അപ്പുറത്തെ ഒരു പട്ടി ഇരിപ്പുണ്ട്, എടുക്കട്ടെ. ആഹാ, നീയും തുടങ്ങിയ ചളി. അത് വേണ്ട, ഈ വീട്ടിൽ ഒരു ചളി എത്തി മതി. തെറിമി ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ട്, നമുക്ക് പൊരിക്കാം. പോരെ? അത് പൊരിക്കും. എങ്കിലേ നീ ഉള്ളിക്കൊരു വഴി കണ്ടുപിടി. ശ്രീഹള്ളിയിലേക്കുള്ള വഴി. ഒന്ന് പോയേടി. ഇന്നെന്തായാലും ഞാൻ കടയിൽ പോലെ നടക്കത്തില്ല. സൺഡേ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് അപ്പോയിൻമെന്റ്സും വീഡിയോ കോളും മീറ്റിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിക്കുള്ള വഴി നമുക്ക് കാണാം. ഡോണ്ട് വറി. അവളുടെ പറച്ചിലേട്ട തോന്നുന്നു ജില്ലാ കളക്ടറാണെന്ന്. കോഴികൾക്ക് അരി ഇട്ട് കൊടുത്ത് കഴുത്തറയ്ക്കാണെന്ന് അറിയാത്തതുപോലെ. എന്താണ് ഒരു കുശൂശുപ്പ്? ഒന്നുമില്ലടാ, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയായിരുന്നു. കുശൂശുപ്പ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. എന്നതാ കാര്യം? നീ നൈറ്റ് റൂം നന്നായിട്ട് നാറ്റിക്കുന്നുണ്ട്. അതുകൊണ്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ശ്വാസം മുട്ടി ചത്തോ. ഒന്നില്ലെങ്കിൽ നീ യന്ത്രം ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആ റൂം മാറണം. അതല്ലടാ, ഗ്യാസിന്റെ പ്രോബ്ലം. ഞങ്ങൾ ഇട്ടത്, നീ ഇട്ട ഗ്യാസ്. പേര് മാറിയാലും മണം മാറുന്നില്ലല്ലോ. റിമീനി ഇവളുടെ വള വർത്താനം കേട്ടോണ്ടിരിക്കണ്ട. ഉള്ളിക്കൊരു വഴി കണ്ടുപിടിക്കേ. അതൊക്കെ എപ്പോഴേ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ വഴി? ഹൗസ് ഓണർ സാബു. അതിന് അയാൾ വാങ്ങിത്തരൂ. അങ്ങേര് വാങ്ങിത്തരണ്ടല്ലോ, വീട്ടിൽ നിന്നുള്ളതിന് കുറച്ച് എടുത്തു തന്നാ പോരെ നമുക്ക്. അതിനയാള് ജോലിക്ക് വെച്ചിട്ടുണ്ടാവില്ലേ? സൺഡേ ആയിട്ട് നിന്റെ തന്ത തുറന്നു വെച്ചിട്ടുണ്ടോ അവിടെ ബാങ്ക്? സൺഡേ ആയതുകൊണ്ടേ അങ്ങേര് വീട്ടിൽ ഭാര്യയായിട്ട് ഷണ്ട കൂടിയിരിപ്പുണ്ടായിരിക്കും. എന്നാ വാ. അത് വേണ്ട, ആ പെമ്പ്രോത്തി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി പുകയില്. അല്ലെങ്കിലേ ആ പെണ്ണുമ്പിള്ളക്ക് നമ്മളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. കമോണ പരിപാടി. പക്ഷി കള്ളെന്നു കേട്ടാളോ